ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ പാലസിനകത്താണ്. ഇന്ന് മൈസൂരാണ് മൊത്തം കറങ്ങുന്നത്. അപ്പോൾ മൈസൂർ പാലസിനകത്താണ്. ഇത് മൈസൂരിൻ്റെ പാലസിൻ്റെ ഗേറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളിതുവഴി സെൻസർ ഘടിപ്പിച്ചിട്ടാണ് അവർ വിടുന്നത്. എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം പാലസിനകം കാണാൻ കയറിപ്പോയി. ഞാൻ പല പ്രാവശ്യം കണ്ടുകൊണ്ടിന്ന് ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ മൈസൂർ പാലസിൻ്റെ മൊത്തം ഒരു കാഴ്ചകൾ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇതിന് മുന്നേ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണിത്. ഇതിങ്ങനെ ഇന്ന് ശനിയാഴ്ചയാണ്, ഭയങ്കര തിരക്കാണ്. അതെ. അപ്പോൾ ഇവിടുന്ന് നടന്നു പോയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഈ ഗോപുരത്തിൻ്റെ സൈഡിൽ നിന്നുള്ളത് തൊട്ട് കാണിക്കാം. നാളെ ആയിരുന്നു, ഞായറാഴ്ച ആയിരുന്നെങ്കിൽ നമുക്ക് മൊത്തം ലൈറ്റിട്ട് കാണാമായിരുന്നു. ഇത് ലൈറ്റിട്ട് ഒരു മൊത്തം നല്ല കളർഫുള്ളായിട്ട് ലൈറ്റിട്ട് കാണിക്കുന്നതാണ്. ഞായറാഴ്ച ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാലസിൻ്റെ കാഴ്ചകൾ. നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഉള്ളിലേക്ക് പോയി. ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല, കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതാണ് ഗേറ്റ്. ഗേറ്റിൽ നിന്നിങ്ങനെ ആൾക്കാർ അതുവഴി പോയിട്ട് ആ വലിയ മരത്തിൻ്റെ സൈഡിൽ കൂടി ആ പോകുന്നത് മുഴുവൻ ഉള്ളിലേക്കുള്ള പാലസിലേക്കുള്ളതാണ്. അവിടെ ചെരുപ്പ് അഴിച്ചു വെക്കണം. ഇതാണ് പാലസിൻ്റെ നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ. ഇനി ഫ്രണ്ടിൽ പോയിട്ട് ഫ്രണ്ടിലുള്ളതും കാണിച്ചു തരാം. ഇതാണ് സൈഡിൽ നിന്നുള്ള. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ മഹാത്ഭുതങ്ങളാണ്. ഇതൊക്കെ ഇന്ന് ഒരെണ്ണം ഇങ്ങനെ പണിയുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും എത്രയെല്ലാം അഴിമതി നടന്നിട്ട് എത്ര വർഷങ്ങൾ വേണ്ടി വരും എന്നുള്ളത്. ഇതാണ് ആ ഗേറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഞാൻ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ വീഡിയോ വെട്ടുന്നു എന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇതാണ് കാഴ്ചകൾ. നമ്മൾ ആ കാണുന്നൊരു ചെറിയ യെല്ലോ കളറിലുള്ള ബിൽഡിങ് തൊട്ടിട്ടാണ് നടന്നു പോയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. ഇതാണ് ഇതൊക്കെ ഈ ഇതിനോടനുബന്ധിച്ചുള്ള ഗേറ്റുകളും ഗാർഡനുമാണ്. മൈസൂർ പാലസ് എന്നും കാണുമ്പോൾ നമുക്ക് ഗേറ്റ് ഓഫ് ഇന്ത്യയിലെ നമ്മുടെ താജ് ഹോട്ടലിൻ്റെ മാതിരി ഒരു അനുഭവമാണ് വരുന്നത്. എന്നും കണ്ടാൽ തീരാത്തൊരു അനുഭവമാണ്. ഇതെന്നും കാണണമെന്നൊരു തോന്നൽ വരും നമുക്ക്. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ താഴികക്കുടങ്ങളും. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പണിഞ്ഞു വെച്ചു എന്നുള്ളത് ഒരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഇന്നാണെങ്കിൽ എത്ര കോടികൾ ചിലവാക്കണം, ചിലവാക്കിയാൽ തന്നെ എല്ലാം അഴിമതികളിൽ കൂടി പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ മൈസൂരിൻ്റെ പറയുമ്പോൾ
നമ്മുടെ പാലസ് എന്നേ ആൾക്കാർ പറയുള്ളൂ. ഞങ്ങൾ 2-3 പോയി. ചാമുണ്ഡി ഹില്ല്, ഒന്ന് മൈസൂർ സൂവ്, അങ്ങനെ പലതും പോയി. എങ്കിലും ചന്ദ്രിക എന്ന് പറയുന്ന മാതിരി നമുക്കെന്നും മൈസൂർ പാലസ് തന്നെയാണ് ഇതിനകത്തെ ഒരു അനുഭവമുള്ളത്. കാണേണ്ട കാഴ്ചകളും ഭയങ്കര ജനത്തിരക്കാണ്. ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് മുൻവശത്തോടാണ് വരുന്നത്, ഫ്രണ്ട് വശത്തോടാണ് വരുന്നത്. ഇതൊരു മഹാത്ഭുതം തന്നെയാണ്. നമ്മൾ താജ്മഹലും ഇങ്ങനെ ഓരോന്നിനെ നമ്മൾ ഓരോ അത്ഭുതങ്ങളായിട്ട് കാണുമ്പോൾ ഇതൊരു മഹാത്ഭുതം തന്നെയാണ്. ഇത്രയും ഇതിപ്പോൾ ഇതിൻ്റെ മുൻവശത്തുള്ള ഗാർഡനാണ്. ഇതാണിപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റി കണ്ടു കഴിഞ്ഞാലുള്ള കാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ജനങ്ങൾ ഒരുപാട് മുറ്റത്തുണ്ട്. ഭയങ്കര ജനത്തിരക്കാണ്. ഇതാണ് അതിൻ്റെ ഗേറ്റ് കാണുന്നത്. പഴയകാലത്ത് രാജാക്കന്മാർ വരുമ്പോൾ അവരുടെ കുതിരകളോ രഥങ്ങളോ ഒക്കെ വരുന്ന മെയിൻ ഗേറ്റാണ്. വളരെ മനോഹരമായിട്ട് താഴികക്കുടങ്ങളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നും മൈസൂർ വരുമ്പോൾ മൈസൂർ കാണണമെന്ന് തോന്നുന്ന ഒറ്റ ഒരു വിലപ്പെട്ട ഒരു കാഴ്ചയാണ് നമ്മുടെ മനോഹരമായ പാലസ്. നമ്മൾ അതിൻ്റെ അനുബന്ധിച്ചുള്ള ചെറിയ കാഴ്ചകളാണ്. സൈഡിൽ ചെറിയ ഒരു കൊത്തുപണികളോടുള്ള ചെറിയ അമ്പലങ്ങളോ പള്ളികളോ ഒക്കെ രീതിയിലുള്ള കൊത്തുപണികളുള്ള ചെറിയ ഇതുണ്ട്. നല്ല കാലാവസ്ഥയാണ്. മഴയൊന്നുമില്ല, വെയിലുമില്ല, ചൂടുമില്ല. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഇതാണ് ഇതിൻ്റെ ചുറ്റുമതിലുകൾ. ആ മെയിൻ ഗേറ്റും അതിനോടനുബന്ധിച്ച കോട്ടകൊത്തളങ്ങളുമാണ് ഈ കാണുന്നത്. രണ്ടിടത്തായിട്ട് 2 സിംഹങ്ങളുടെ ബിംബങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്.
ഇതാണ് ഒരു സിംഹം. ഇതാണ് നേരിട്ടുള്ള ഗേറ്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അന്ന് രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ തേരുകളും പിന്നെ കുതിരവണ്ടികളൊക്കെ വരുന്ന ഒരു പിന്നെ മെയിൻ കവാടമായിരുന്നത്. ഒരുപാടിടങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പിന്നെ പഴമയൊക്കെ നശിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം ഞാൻ ഗേറ്റിൻ്റെ ഏകദേശം ഒരു 25 മീറ്റർ പുറകിൽ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ പിന്നെ പാലസിൻ്റെ പിന്നെ മുൻഭാഗം കാണിച്ചു തരാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈ മൊബൈലിൽ കാണുമെന്നറിയില്ല. ഒരു സന്ധ്യ നേരത്തെ പിന്നെ സൂര്യനും ആ പാലസും കൂടിയാണ് ഈ കാണുന്നത്. എന്താ ഒരു മനോഹര ഭംഗി. ചിലപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിത്തുടങ്ങും, ഇതിനകത്തൊക്കെ ഇരുന്ന് ഭരിച്ച രാജാക്കന്മാരുടെ ഒരു കാലഘട്ടവും ആ രാജാക്കന്മാർ എന്ത് രാജാക്കന്മാരായിരുന്നു എന്നുള്ളത്. ഇതിനൊരു ചരിത്രമുണ്ട്, അത് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറയുന്നത് പണ്ട് തടി കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. പിന്നെ അത് ഒരു തീപിടുത്തം ഉണ്ടായി, ഏതോ ഏടി പഴയ കാലഘട്ടത്തിൽ കത്തിപ്പോയി. പിന്നീടത് പുനർനിർമ്മിച്ചാണെന്നും പറയുന്നുണ്ട്. ഞാനൊരു 89 കാലഘട്ടത്തിൽ വരുമ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഉള്ളിൽ പല അറകളും നമുക്ക് തുറന്ന് കാണിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങളെ കാണിക്കുകയുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് കറങ്ങി തിരിഞ്ഞ് വരാൻ പറ്റുന്ന രീതിയിൽ. ഉള്ളിലെ റൂമുകളൊന്നും കാണിക്കില്ല, അറകളൊന്നും കാണിക്കില്ല. പഴയ കാലത്തെ എല്ലാം ചുവചിത്രങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. എങ്കിലും നമുക്ക് ഒരു അനുഭവം തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇതേമാതിരി ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നിർമ്മിതി നമുക്ക് ഭയങ്കര അനുഭവം തരുന്നതാണ്. ഇത് ഇവിടെ നമുക്കുള്ളിലേക്ക് പ്ലാസ്റ്റിക്കുകളോ അങ്ങനെയുള്ള ഇതൊന്നും അലൗഡില്ലാത്തതുകൊണ്ട് കുറച്ച് വൃത്തിയായിട്ടാണ് കാണുന്നത്. ഇന്ത്യയുടെ പല നഗരങ്ങളിലും പോകുമ്പോൾ നമുക്ക് വൃത്തിഹീനമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിവിടെ ഉള്ളൊരു ചെറിയ ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ചക്കാരെ കൊണ്ടുവരുന്നുണ്ട്. കുട്ടി അവൻ പിന്നെ ഹായ് പറയുന്നുണ്ട്. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഇതാണ് നമ്മുടെ മൈസൂർ പാലസിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ 1 മിനിറ്റ് ഒന്ന് പിടിക്കും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ മൈസൂർ കാഴ്ചകളിൽ നിന്ന് നമുക്ക് ഇവിടെ പറയുകയാണ്. നന്ദി, നമസ്കാരം.